കഴിഞ്ഞ 2 ദിവസങ്ങളായി നാം ആദാമിനെ കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. ആദാമിനെ കുറിച്ചുള്ള വീഡിയോ കാണാത്തവർ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് കണ്ടിട്ട് കാണുന്നതായിരിക്കും കൂടുതൽ ആദാമിനെ കുറിച്ച് മനസ്സിലാകുവാൻ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദാമും ദൈവവുമായ ഒരു താരതമ്യ പഠനമാണ് നടത്തുന്നത്. ബൈബിളിൽ തന്നെ വലിയ സൃഷ്ടിയായിട്ടാണ് ആദാമിനെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ മകുടമായി മാറിയ മനുഷ്യനെ കുറിച്ചാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. കാരണം സകല സൃഷ്ടികളെയും ദൈവം വാക്കുകൊണ്ട് നിർമ്മിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം ദൈവം തൻ്റെ കൈകൊണ്ടാണല്ലോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒന്നാം മനുഷ്യൻ ജീവനുള്ള ദേഹിയാണ്. ഒടുക്കത്തെ ആദാം എന്നറിയപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മശിഹ ജീവിപ്പിക്കുന്ന ദേഹിയുമാണ്. ആദിമ മനുഷ്യനാൽ പാപം ലോകത്തിൽ വന്നു എങ്കിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിനായി യേശു ക്രിസ്തു മരിച്ചെന്നിരിക്കെ അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ രണ്ടാം ആദാമായ യേശു കർത്താവ് ജീവിപ്പിക്കുന്ന ദേഹിയായി മാറി. രണ്ടാമതായി ഒന്നാം മനുഷ്യൻ പ്രാകൃത മനുഷ്യനാണെങ്കിൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു ആത്മീയ മനുഷ്യനാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അങ്ങനെ യേശു കർത്താവ് അല്ലെങ്കിൽ രണ്ടാം ആദാം ഒരു ആത്മീയ മനുഷ്യനാണ്. മൂന്നാമതായി ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവൻ, എന്നാൽ ഒടുക്കത്തെ ആദാം എന്നറിയപ്പെടുന്ന ക്രിസ്തു സ്വർഗീയനാണ്. അതെ, ഒന്നാം മനുഷ്യനായ ആദാം നിലത്തെ പൊടി കൊണ്ട് തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണല്ലോ നമ്മുടെ വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കി തരുന്ന സത്യം. എന്നാൽ രണ്ടാം ആദാമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ നമ്മുടെ പാപപരിഹാരത്തിനായി വന്നു ജീവിച്ചു. ക്രൂശിൽ മരിച്ചു 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത സ്വർഗീയനാണ് രണ്ടാമത്തെ ആദാം. നാലാമതായി ഒന്നാമത്തെ മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവനാണെങ്കിൽ, എന്നാൽ ഒടുക്കത്തെ ആദാം സ്വർഗീയ ശരീരമുള്ളവൻ. ഒന്നാം മനുഷ്യനെ നിലത്തെ പൊടി കൊണ്ട് നിർമ്മിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അങ്ങനെ മനുഷ്യൻ അല്ലെങ്കിൽ ഒന്നാം ആദാം ജീവനുള്ള ദേഹിയായി മാറുമ്പോൾ രണ്ടാം ആദാമായ കർത്താവ് ആരാലും നിർമ്മിക്കപ്പെട്ടവനല്ല. സകലരുടെയും പാപപരിഹാരത്തിനായി സ്വർഗത്തിൽ നിന്നിറങ്ങി സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ഭൂമിയിൽ വന്ന സ്വർഗീയ ശരീരമുള്ളവനാണ് രണ്ടാമത്തെ ആദാം. അഞ്ചാമതായി ഒന്നാം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു സ്വർഗീയ പ്രതിമ ധരിച്ചവൻ. ഒന്നാം മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആദാമിനെ ദൈവം നിലത്തെ പൊടി കൊണ്ട് ഒരു അതിമഹത്തായ സൃഷ്ടിയായിട്ട് നിർമ്മിച്ചു എങ്കിൽ രണ്ടാമത്തെ ആദാം എന്നറിയപ്പെടുന്ന ക്രിസ്തുവിനെ ആരും നിർമ്മിച്ചതല്ല, ആരും ഉണ്ടാക്കിയതല്ല. അവൻ ഭൂലോകത്തിനു മുമ്പേ, സകല സൃഷ്ടിക്കും മുമ്പേ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന യേശു കർത്താവ് സകല മഹിമയും വെടിഞ്ഞ് നമുക്ക് വേണ്ടി, നമ്മുടെ പാപപരിഹാരത്തിനു വേണ്ടി ഇറങ്ങി വന്നവനാണ് ഈ രണ്ടാമത്തെ ആദാം. അതുകൊണ്ട് ഒന്നാമത്തെ ആദാം സകലത്തെയും മുടിച്ച് സകലത്തെയും ഇല്ലായ്മ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ആദാം എന്ന് പറയുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ വാഗ്ദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ആദാമാകുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്വർഗീയം പോകുവാൻ എല്ലാവരെയും പ്രചോദിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.